ആ മഹദി ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വളരെ സന്തോഷത്തോടുകൂടെ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തിയതാണ് മഹാനായ കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. പടച്ചവനെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹോദരിയാണല്ലോ. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ പ്രിയമുള്ളവരെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് തന്റെ സ്വഹാബത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മഹാനായ കരീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം, അതാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മൂസാ, ഞാൻ നിങ്ങളോട് പ്രബോധനം നടത്താൻ ആവശ്യപ്പെടുകയാണ്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ. അള്ളാഹുവെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ദീന് പ്രചരിപ്പിക്കേണ്ടത് അതിന്റെ ഓരോ വഴികളും വേണ്ട രൂപത്തിൽ പരിചയപ്പെടുത്തണമെന്ന് അതാ പടച്ചവനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടത് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആ സമയത്ത് അല്ലാഹുവിനോട് പറയുന്നു, എനിക്കൊറ്റക്ക് പ്രഭാഷണം നടത്താൻ, നിന്റെ ദീനിലേക്ക് ദഅവത്ത് നടത്താൻ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടല്ലോ, എന്റെ നാക്കിന്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരനായ എന്റെ സഹോദരനായ ഹാറൂനെയും നിങ്ങൾ എന്റെ കൂടെയൊന്ന് കൂട്ടിത്തരണമെന്ന് പറയുകയാണ്. അല്ലാഹു തആല ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ചേർക്കുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനത്തിറങ്ങുകയാണ്. അങ്ങനെ മൂസാ നബി പ്രബോധനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രബോധനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാ. ആര് മുമ്പിൽ പോയിട്ടാ പ്രബോധനം നടത്തേണ്ടത്? അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാ പടച്ചു തമ്പുരാൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നല്ലോ. ആരെന്നറിയോ? ഫിർഔനാണ്. ഫിർഔന. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയിട്ടാ പ്രബോധനം നടത്തേണ്ടത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടാ കൊല്ലണമെന്ന് പറഞ്ഞവനാ. ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ച റബ്ബേ അവിടുന്ന് വധിക്കാൻ പുറപ്പെട്ടിരുന്ന ഫിർഔനാണല്ലോ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് പടച്ചനെ അവിടുന്ന് പ്രബോധനം നടത്താൻ പറയുന്നത്. അങ്ങനെ പ്രബോധനം നടത്താൻ അല്ലാഹുവേ മൂസാ നബി ഒരുങ്ങുകയാണ്. ഹാറൂൻ നബിയെ കൂട്ടിയിട്ട് കടന്നു ചെന്നു. മോനെ, കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു. കൊട്ടാരത്തിൽ വെച്ചിട്ട് അവിടുന്ന് അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവേ ഒരൊറ്റ പ്രാവശ്യമേ കേട്ടതുള്ളൂ, ഒരൊറ്റ പ്രാവശ്യമേ കേട്ടതുള്ളൂ. അല്ലാഹുവേ, ഫിർഔനായ ലഅനത്താക്കപ്പെട്ട ഫിർഔനുണ്ടല്ലോ, ഏറ്റവും വലിയ ശത്രുവായ ഇസ്ലാമിന്റെ ശത്രുവായ ഫിർഔന് ജീവിതത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ നന്മകളില്ലല്ലോ, ജീവിതത്തിൽ ഒരു നന്മയുമില്ലല്ലോ. പടച്ചു തമ്പുരാനെ തന്നെ സൃഷ്ടിച്ച പടച്ച റബ്ബിനെ വരെ വെല്ലുവിളിച്ചവനാണല്ലോ. എന്നാ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പടച്ചവനെ ഏറ്റവും അല്ലാഹനെ പേടിച്ചുകൊണ്ട് ജീവിച്ചവരായി മാറുകയാണ്. ആ ആസിയ ബീവിയെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വരെ പരാമർശിച്ചിട്ടുണ്ട്. എന്തേ അതിന്റെ കാര്യമെന്നറിയോ? എന്തേ അതിന്റെ കാര്യമെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, പടച്ചു തമ്പുരാനെ അറിഞ്ഞതാ, അള്ളാഹനെ അറിഞ്ഞതാണ്, അള്ളാഹനെ മനസ്സിലാക്കിയതാണ്. അല്ലാഹുവേ പടച്ചവനെ, തന്റെ ജീവിതത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അവിടെ നിന്ന് പ്രബോധനം നടത്തുമ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ വിശ്വസിച്ചു പോയതാ. അതാ പരിശുദ്ധമായ ദീനിനെ കുറിച്ചിട്ട് അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ അവിടുത്തെ വേലക്കാരിയായ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ, മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ മൂസാ നബിയുടെ വാക്കുകൾ കേൾക്കുകയാണ്. അതാ കൊട്ടാരത്തിലെ വേലക്കാരിയായിരുന്നല്ലോ. അതാ അവിടുന്ന് തന്റെ മകളുടെ ഫിർഔനിന്റെ മകളുടെ തല ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ്.
കൊട്ടാരത്തിൽ വെച്ചിട്ട് ഫിറഔനിന്റെ മകളുടെ തല ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോ പടച്ചവനെ തന്റെ കയ്യിൽ കിടക്കുന്ന ചീർപ്പങ്ങ് താഴേക്ക് വീഴുകയാണ്. അതാ അവിടുന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് പടച്ചവനെ അവിടുന്നതാ ആ ചീർപ്പങ്ങ് എടുക്കുകയാ. റബ്ബേ, അവിടുന്ന് അത് എടുക്കേണ്ട താമസമതാ. ഫിറഔനിന്റെ മകൾ അവിടുന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്റെ വാപ്പയല്ലേ അവിടുന്ന് വിളിച്ചത്? നിങ്ങൾ റബ്ബിന്റെ നാമത്തിലെന്ന് പറഞ്ഞത് എന്റെ വാപ്പയല്ലേ? ഫിറഔനായ എന്റെ വാപ്പയല്ലേ? അല്ലാത്തൊരു റബ്ബില്ലല്ലോ എന്നവിടുന്ന് ഫിറഔനിന്റെ മകൾ പറയുമ്പോ പടച്ചവനെ വാശിതാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, റബ്ബി മൂസ വ ഹാറൂൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പടച്ചവനെ അവിടുന്ന് പടച്ച, എന്നെ പടച്ച, നിങ്ങളെ പടച്ച, പ്രപഞ്ചത്തെ പടച്ച, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകങ്ങൾ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച തമ്പുരാൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. പടച്ചവനെ ഫിർഔനിന്റെ മകൾക്ക് ഇത് ദഹിച്ചിട്ടില്ല, ഫിർഔനിന്റെ മകൾക്ക് ഇത് പറ്റിയില്ല. വല്ലാത്ത ദേഷ്യം പടച്ചവനെ മാഷിതാ ബീവിയോട് കടന്നു വന്നു. മാഷിതാ ബീവിയോട് പറയുന്നു, മാഷിതാ എന്റെ വാപ്പയാ റബ്ബ്, എന്റെ വാപ്പയാ റബ്ബ്. മാഷിതാ ബീവി അവിടുന്ന് പടച്ചവനെ ദേഷ്യത്തോടു കൂടെ സംസാരിക്കുകയാ. അതാ ഫിർഔനിന്റെ മകൾ നേരെ കടന്നു ചെന്നത് എങ്ങോട്ടെന്നറിയോ? ഫിർഔനിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വാപ്പാ മാഷിത ഇങ്ങനെ ഒരു സംസാരം അവിടുന്ന് സംസാരിച്ചിട്ടുണ്ട്, മാഷിത ഇങ്ങനെ ഒരു കാര്യം അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വേറെ റബ്ബുണ്ടെന്നാ പറയുന്നത്, വേറെ റബ്ബുണ്ടെന്നാ പറയുന്നത്. പടച്ചവനെ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതാ ഫിർഔൻ അവിടുന്ന് തന്റെ ആളുകളോട് പറയുകയോ, വാശിതാ ബീവിയെ കൊണ്ടുവന്നു, വാശിതാ ബീവിയെ കൊണ്ടുവന്നു. വാശിതയോട് ചോദിക്കുന്നു, വാശിതാ നീ എന്താ പറഞ്ഞത്, നീ എന്താ പറഞ്ഞത്? പടച്ചവനെ അവിടുന്ന് മാഷിതാ ബീവി പറയുകയാണ്, ഫിർഔനെ ഇത്രയും കാലം നിന്റെ കൊട്ടാരത്തിൽ ഞാൻ ജീവിച്ചു, പക്ഷേ നീയല്ലടാ റബ്ബ്, നീ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്, എന്നാ നീയല്ല റബ്ബ്. റബ്ബെന്ന് പറഞ്ഞ പടച്ച തമ്പുരാ വേറെയുണ്ടടാ. അന റബ്ബുകുമുൽ അലാ, നീയാ റബ്ബ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ലോകത്തിന്റെ റബ്ബ് നീയാ എന്ന് പറയുന്നുണ്ടെങ്കിൽ നീ കളവാണ് പറയുന്നത്. നീ ഒരു അടിമയാണടോ, നീ ഒരു അടിമയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. പടച്ച റബ്ബിനെ കുറിച്ച് അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. നിനക്കൊരു രക്ഷിതാവുണ്ടെന്ന് പറയുകയാ. ഇത് ഫിർഔനിനെ അവിടുന്ന് പിടിച്ചിട്ടില്ല, തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണല്ലോ. പടച്ചവനെ ക്രൂരമായ ശിക്ഷ അവിടെ നടപ്പാക്കാൻ പോവുകയാ. മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ നിൽക്കുമ്പോ ശിക്ഷ എന്തെന്നറിയോ? ശിക്ഷ എന്തെന്നറിയോ? മാഷിതാ ബീവിക്ക് പടച്ചവനെ വലിയ തീകുണ്ടാരം ഉണ്ടാക്കുകയാണ്. വലിയൊരു തീകുണ്ടാരം അവിടെ നിന്ന് ഉണ്ടാക്കി മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് തന്റെ മക്കളെയും തന്റെ ബന്ധപ്പെട്ടവരെയൊക്കെ കൊണ്ടുവരികയാണ്. എന്നിട്ടോ ആ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ അതിന്റെ ഉള്ളിലിടണം. ഇതാണ് ഫിർഔന്റെ ലക്ഷ്യം. എന്റെ പ്രിയമുള്ളവരെ, അവിടെ വലിയ ഒരു ശിക്ഷാ നടപടി, ശിക്ഷാമുറ നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെയൊക്കെ ഈമാനാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. അല്ലാഹു കേൾക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഇത് നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ നമ്മുടെ മജ്ലിസിലിരുന്ന് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് വലിയൊരു സമ്മാനമുണ്ട്. എന്താ സമ്മാനം എന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? എല്ലാവർക്കും താല്പര്യമുണ്ട് അല്ലെ? റബ്ബിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ വന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരവസ്ഥ, ഒരവസരം എന്റെ പ്രിയമുള്ളവരെ ഇന്ന് അതിനെ കുറിച്ച് നമ്മൾ പറയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി
അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു തആല നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു നമ്മുടെ സ്വലാത്ത് എത്തിച്ചു തരട്ടെ. അല്ലാഹു തആല സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധമായ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ അവിടുന്ന് മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്കും തന്റെ കുടുംബത്തിനുമുള്ള ശിക്ഷാ നടപടി നടക്കാൻ പോകാൻ കൊട്ടാരത്തിന്റെ അവിടെ വലിയൊരു തീകുണ്ടാരമുണ്ടാക്കി. ആ തീകുണ്ടാരത്തിന്റെ മുകളിൽ വെച്ചിട്ട് വലിയൊരു ചെമ്പ് വെച്ചു. ആ ചെമ്പിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു. എന്നിട്ട് മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, മാഷിത്താ, ഇത് നിനക്കുള്ളതാണ്. മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പടച്ചവനെ ഇതങ്ങ് പറയുമ്പോ അതാ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ മാഷിത്താ ബീവിക്ക് ഒരു ഭയവുമില്ല. പടച്ചവനെ, മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുകയാ, മാഷിത്താ, നിനക്ക് മാറ്റമുണ്ടോ? അല്ലാഹു എന്ന് പറയുന്ന പടച്ചവനെ, ലോകത്ത് മുഴുവനും പടച്ചവനെന്ന് നീ വിശ്വസിക്കുന്ന ആ റബ്ബിൽ ഇനി നിനക്ക് വിശ്വാസമുണ്ടോ? ഞാനാ റബ്ബെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? ഞാനാ റബ്ബെന്ന് നീ വിശ്വസിക്കുമോ? പടച്ചവനെ, ഇതങ്ങ് ചോദിക്കേണ്ട താമസം മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇല്ല ഫിർഔനെ, ഇല്ല ഫിർഔനെ, ഒരിക്കലും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോ അതാ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ തളച്ചു കിടക്കുന്ന ഈ എണ്ണക്കരികിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാ. അല്ലാഹുവേ, വല്ലാത്ത ചൂടുള്ള സ്ഥലമാണ്, തീയിന്റെ ചൂടുണ്ട്. മുകളിൽ നിന്ന് പടച്ചവനെ സൂര്യന്റെ കത്തിജ്വലിക്കുന്ന ചൂടുണ്ട്. പാറാവുകാര് മാഷിത്താ ബീവി ഇങ്ങനെ വല്ലാതെ അടിക്കുന്നുണ്ട്, വല്ലാതെ തൊഴിക്കുന്നുണ്ട്. മാഷിത്താ ബീവിയുടെ മുമ്പിൽ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്നു. അതാ ഭർത്താവിനെ പിടിച്ചിട്ട് തിളച്ചു മറിയുന്ന എണ്ണക്കകത്തേക്ക് വലിച്ചെറിയുകയാ പടച്ചവന്. എന്നിട്ട് ചോദിക്കുന്നു, മാഷിത്താ, നിന്റെ ഭർത്താവ് കിടന്നിട്ട് എല്ലും തോലും ഉരുകി പോകുന്നത്, അട്ടഹസിക്കുന്നത് നീ കണ്ടില്ലേ? എന്തേ നിനക്ക് മാറ്റമില്ലേ? നിനക്കെന്തേ മാറാൻ കഴിയുന്നില്ലേ? നിനക്ക് മാറിക്കൂടെ എന്ന് മാഷിത്താ ബീവിയോട് ചോദിക്കുമ്പോ പടച്ചവനെ, മാഷിത്താ ബീവി പറയുന്നു, ഇല്ല ഫിർഔനെ, ഇല്ല ഫിർഔനെ, എനിക്കൊരു മാറ്റവുമില്ല. എന്റെ റബ്ബെന്ന് പറയുന്നത് സിട്ടാവായ പടച്ചു തമ്പുരാനാ, അല്ലാഹുവാണെന്ന് അവിടുന്ന് പറയുമ്പോ ഫിർഔൻ അവിടുന്ന് പറയുന്നു, മാഷിത്താ, ഈ നിർത്തിയിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ഈ മക്കളെ നിനക്ക് വേണോ? ഈ മക്കളെ നിനക്ക് വേണോ? ഇവരുടെ ജീവിതം വെച്ചിട്ട് നീ കളിക്കണോ? പടച്ചവനെ അവിടുന്ന് ചോദിക്കുമ്പോ റബ്ബേ, ഒന്നാമത്തെ കുട്ടിയെ പിടിച്ചു. അവിടുന്ന് ഒന്നാമത്തെ കുട്ടിയെ പിടിച്ചു. പടച്ചവനെ, എല്ലാ മക്കളെയും അതാ തീയിലേക്ക് ഇടുകയാണ്. എല്ലാ മക്കളെയും തീയിലേക്കിടുകയാണ്. മാഷിത്താ ബീവിയുടെ നെഞ്ചിങ്ങനെ പിടക്കുന്നുണ്ട്. പടച്ചവനെ, കഴിയില്ലല്ലോ, കാരണം ദീനിന്റെ കാര്യമാണല്ലോ. ഈമാൻ ഹൃദയത്തിലേക്ക് കടന്നാൽ എങ്ങനെയോ? ഓരോ കുട്ടികളെ പിടിച്ചിട്ട് പടച്ചവനെ തീയിലേക്ക് വലിച്ചെറിയുമ്പോ മാഷിത്താ ബീവിക്ക് യാതൊരു അനക്കവുമില്ല. ഫിർഔൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മാറ്റമുണ്ടോ മാഷിത്താ? ഫിർഔനോട് പറയുന്നു, ഇല്ല ഫിർഔനെ, നീ റബ്ബെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല, നീ ആ റബ്ബെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പടച്ചവനെ, അവസാനത്തിന്റെ പ്രിയപ്പെട്ട പിഞ്ചു പൈതലിനെ പിടിച്ചിട്ട് സംസാരിക്കാൻ പോലും കഴിയാത്ത പ്രായത്തിലുള്ള പിഞ്ചു പൈതലോ ആ കുട്ടിയെ പിടിച്ചിട്ടാണ് പിന്നെ തീയിലേക്ക് വലിച്ചെറിയുന്നത്. പടച്ചവനെ, മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടുന്ന് ഫിർഔന് ചോദിക്കുകയാ, മാഷിത്താ, നിനക്ക് വല്ല മാറ്റവുമുണ്ടോ? ഞാനാ റബ്ബെന്ന് നിനക്ക് വിശ്വസിച്ചുകൂടെ? അതാ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഫിർഔനെ, ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കുകയില്ല. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട പൊന്നു പൈതലിനെ പിടിച്ചിട്ടോ അതാ തീയിനകത്തേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുവന്ന് നോക്കുമ്പോ റബ്ബി, അവിടുന്ന് ആ പിഞ്ചു പൈതല് സംസാരിക്കാൻ തുടങ്ങുകയാ. ഉമ്മാ, എന്തിനാ പേടിക്കുന്നത്? എന്തിനാ കണ്ണീരൊഴിക്കുന്നത്?
പടച്ചവനെ തന്റെ പിഞ്ചു പൈതലല്ലേ, ആറ്റുനോറ്റുണ്ടായ പൊന്നുമോനല്ലേ. ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോ പടച്ചവനെ ഉമ്മമാർക്ക് സഹിക്കാൻ കഴിയാറുണ്ടോ എന്നതുകൊണ്ട് അവിടുന്ന് മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുമ്പോ റബ്ബേ പിഞ്ചു പൈതൽ സംസാരിക്കുകയാ, ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ ഭയപ്പെടുന്നത്, എന്തിനാ ഉമ്മ പേടിക്കുന്നത്, എന്തിനാ അവിടുന്ന് ഭയപ്പെടുന്നത്, നിങ്ങൾക്ക് എന്തിനാ വിഷമം, എന്തിനാ ഈ തീ കുണ്ടാരമുണ്ടല്ലോ, ഇതിന്റെ തൊട്ടപ്പുറത്ത് നമ്മെ കാത്തിരിക്കുന്നത് സ്വർഗമാ, അള്ളാന്റെ സ്വർഗമാ, അള്ളാന്റെ സ്വർഗമാ. പടച്ചവനെ സംസാരിക്കാൻ പോലും കഴിയാത്ത പിഞ്ചു പൈതലുണ്ടല്ലോ, അവിടുന്ന് സംസാരിക്കുകയാ. സംസാര പ്രായമെത്തുന്നതിന്റെ മുമ്പ് പടച്ചവനെ ചില മക്കള് സംസാരിച്ച ചരിത്രം പരിശുദ്ധമായ ദീനിലുണ്ട്. മാഷിത്താ ബീവിയുടെ പൊന്നുമക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പൊന്നുമക്കള് പടച്ചവനെ അവിടുന്ന് ഈ ഒരു ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. സംസാരിക്കുന്നതിന്റെ പ്രായം എത്തുന്നതിന്റെ മുമ്പ് സംസാരിച്ച ചില പ്രിയപ്പെട്ട മക്കളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഒരു കൂട്ടത്തിൽ മാഷിത്താ ബീവിയുടെ ചെറിയ പൈതലിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മഹതിയായ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിനെയും മക്കളെയും ഒക്കെ അവിടുന്ന് ചുട്ടുകരിച്ചു. ഓരോന്നിനെ ഇടുമ്പോഴും അവിടുന്ന് ചോദിക്കും, മാഷിത്താ നിനക്ക് വല്ല മാറ്റവുമുണ്ടോ, നിനക്ക് വല്ല മാറ്റവുമുണ്ടോ, നിനക്ക് സ്വർഗത്തിൽ നിനക്ക് എല്ലാ സൗകര്യങ്ങളും ഞാൻ ഇവിടെ ചെയ്തു തരാം, എല്ലാം ചെയ്തു തരാം, ഞാനാ റബ്ബ്, ഞാനാ റബ്ബ്, അതുകൊണ്ട് ഇവിടെ നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്തു തരാമെന്ന് പറയുന്നു ഫിർഔൻ. മാഷിത്താ ബീവി പറഞ്ഞു, നീ പോടാ, നീ അല്ല റബ്ബ്, നീ എന്നെ എങ്ങനെ ശിക്ഷിച്ചിട്ടും കാര്യമില്ല, റബ്ബിന്റെ മുമ്പില് എനിക്ക് വലിയ സ്ഥാനമാനമുണ്ട് എന്ന് മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആ തഖ്വ കൈവിട്ടില്ല. ഹൃദയത്തിലെ ഈമാനിക ആവേശം അവിടുന്ന് മുറുകെ പിടിച്ചു നിന്നു മാഷിത്താ ബീവി. എന്റെ പ്രിയമുള്ളവരെ, കൊട്ടാരത്തിന് ശിക്ഷ വീണ്ടും നടപ്പാക്കാൻ അതാ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹയെ തീ കുണ്ടാരത്തിന്റെ തൊട്ട് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുന്നു, മാഷിത്താ നിനക്ക് ജീവനെ പേടിയില്ലേ മാഷിത്താ, ഇനിതാ നീയും മാത്രമാണ് ഇവിടെ ബാക്കിയുള്ളത്, നിന്നെയും ഇതാ ഇതിനകത്തേക്ക് ഇടുകയാണെന്ന് പറയുമ്പോ പടച്ചവനെ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നു, ഫിർഔനെ എനിക്ക് യാതൊരു മാറ്റവുമില്ല, റബ്ബി മൂസാ വ ഹാറൂൻ, മൂസാ നബിയുടെ റബ്ബായ ഹാറൂൻ നബിയുടെ റബ്ബായ റബ്ബുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അവിടുന്ന് പടച്ചവനെ ഫിർഔനോട് അവിടുന്ന് മാഷിത്താ ബീവി പറയുമ്പോ അതാ ഫിർഔന് വല്ലാത്ത ദേഷ്യമായി. ആ ഫിർഔൻ അതാ തന്റെ പ്രിയപ്പെട്ട വേലക്കാരിയായ മാഷിത്താ ബീവിയെ പിടിച്ചിട്ട് പടച്ചവനെ അതാ എണ്ണക്കകത്തേക്ക് ഇടുകയാ. ആ എണ്ണക്കകത്ത് കടന്നിട്ടോ തന്റെ ശരീരം മുഴുവനും എല്ലും തോലുമായിട്ടോ അവിടുന്ന് കരിഞ്ഞ് കരിഞ്ഞ് പോവുകയാ. റബ്ബേ, അതിന്റെ മുമ്പ് ഫിർഔൻ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, മാഷിത്താ നിനക്ക് അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ മാഷിത്താ? അതാ മാഷിത്താ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, യാ ഫിർഔൻ, ഏ ഫിർഔനെ, ഏ ഫിർഔനെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഫിർഔനെ, നീ എനിക്കൊന്നും തരണ്ട, എന്നോടൊന്നും ചോദിക്കണ്ട, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? പടച്ചവനെ, ഈ എണ്ണക്കകത്ത് തിളച്ചു കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളുടെ എല്ലുകളുണ്ടല്ലോ, എന്റെയും എല്ലുകളുണ്ടല്ലോ, അതല്ലേ ഇനി ബാക്കി ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം എടുത്തിട്ട് ഈ ഒരൊറ്റ കുടിയിലെ ഒരൊറ്റ ഖബറിലെ നീ ഖബറടക്കാൻ പാടുള്ളൂ. ഞങ്ങൾ വ്യത്യസ്തമായിട്ട് നീ ഖബറടക്കരുത്. എന്നെയും എന്റെ ഭർത്താവിന്റെയും എന്റെ മക്കളുടെയും എല്ലുകളെടുത്തിട്ട് തോലുകളെടുത്തിട്ട് നീ ഖബറടക്കുന്ന സമയത്ത് ഞങ്ങളെ കരിച്ച് നീ കൊല്ലുകയാണല്ലോ. പടച്ചവനെ, അവിടുന്ന് കുഴിച്ചു മൂടുന്ന സമയത്ത് ഒരേ കുഴിയിൽ അവിടുന്ന് കുഴിച്ചു മൂടണേ എന്നതാ അവിടുന്ന് പടച്ചവനെ അവിടുന്ന് പറയുകയാ. അല്ലാ അല്ലാ
മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ പടച്ചവനെ ശിക്ഷക്ക് അവിടുന്ന് വിധിയിലേക്ക് കീഴടങ്ങുകയാണല്ലോ. അവിടുന്ന് എത്ര വിഷമങ്ങളാ അനുഭവിച്ചതെന്നറിയോ? എന്നാലും പടച്ചുറപ്പിനോടുള്ള ഈമാൻ അവിടുന്ന് കൈവിട്ടിട്ടില്ല, ഈമാൻ അവിടുന്ന് കൈവിട്ടിട്ടില്ല. അങ്ങനെ ഇരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പദവിയല്ലേ കൊടുക്കുന്നത്. ആ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, എൻ്റെ പ്രിയമുള്ളവരെ, മിഅ്റാജിന്റെ രാത്രിയില് ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന്റെ മുകളില് അതാ പ്രവാചകരും അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതാ ഒരു ഖബർ കാണുകയാ. ആ ഖബറിനകത്ത് വല്ലാത്ത സുഗന്ധമാണ്, വല്ലാത്ത പ്രകാശമാണ്. വല്ലാത്ത സുഗന്ധമുള്ള പ്രകാശമുള്ള ഖബർ കണ്ടപ്പോ അതാ പ്രവാചകർ അവിടുന്ന് ചോദിക്കുന്നുണ്ട്, ജിബ്രീൽ, ഇത് ഏത് പ്രവാചകന്റെ ഖബറാണെന്ന് പറഞ്ഞു തരുവോ? ഇതാരുടെ ഖബറാ? വല്ല പ്രവാചകന്മാരുടെയും ഖബറാണോ എന്നവിടുന്ന് റസൂലുള്ള ചോദിക്കുമ്പോയാ റസൂലുള്ളയോട് പറയുന്നത്, നബിയേ, ഇതൊരു പ്രവാചകന്റെയും ഖബറല്ല നബിയേ, ഇതൊരു പ്രവാചകന്റെയും ഖബറല്ല നബിയേ, ഇത് ബീവി മാഷിതാ റളിയല്ലാഹു അൻഹയുടെ ഖബറാ. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരാ, റബ്ബിനെ മുറുകെ പിടിച്ചവരാ, ഹൃദയത്തിൽ തഖ്വ കൊണ്ട് നടന്നവരാ, ഈമാനിക ആവേശത്തിലൂടെ കടന്നുപോയവരാ, അവരുടെ ഖബറാ. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നുണ്ട്, ജിബ്രീലേ, ഇത്രത്തോളം അനുഗ്രഹം ലഭിക്കാനുള്ള കാരണം എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ സംഭവം അവിടെ മുത്തുനബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സംഭവം അവിടുന്ന് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഫിർഔനിന്റെ മുമ്പിൽ തന്റെ ആദർശം, തന്റെ ഈമാൻ പണയപ്പെടുത്തിയിട്ടില്ല. ഒരുപാട് ഓഫറുകൾ അവിടെ നിന്ന്, എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് ഒരുപാട് ഓഫറുകൾ അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫിർഔൻ. ആ ഈമാനിക ആവേശം ഒന്ന് നോക്കൂ, അത് ഹൃദയത്തിൽ അങ്ങ് കടന്നു പോയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെയൊക്കെ അല്ലാഹു നമ്മെ സ്വർഗത്തിലാക്കി തരട്ടെ, അല്ലാഹു സ്വർഗത്തിലാക്കി തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഫിർഔൻ അവിടെ നിന്ന് ശിക്ഷ നടപ്പാക്കിക്കൊണ്ട് ദേഷ്യത്തോടു കൂടെ തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളറയിലേക്ക് കടന്നു. ഫിർഔന് വലിയ ആവേശത്തോടു കൂടെ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ആസിയ, ഞാനൊരു ശിക്ഷ നടപ്പാക്കിയല്ലോ, ഞാനൊരു ശിക്ഷ നടപ്പാക്കി. എന്താ ശിക്ഷ? മാഷിതാക്ക് ഞാൻ തക്കത് കൊടുത്തിട്ടുണ്ട്. വലിയ ആവേശത്തോടു കൂടി ആസിയ ബീവി സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് വലിയ സംഭവമായിട്ട് അവിടുന്ന് ഫിർഔൻ അവിടുന്ന് ആസിയ ബീവിയുടെ മുമ്പിലേക്ക് കടന്നു വന്നു. ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്താ അതിലുള്ള തെറ്റ്? എന്താ അതിലൊരു തെറ്റ്? ഞാനും വിശ്വസിക്കുന്നത് റബ്ബി മൂസാ വ ഹാറൂൻ, ഹാറൂൻ നബിയുടെയും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റബ്ബിലാണ് എന്ന് ആസിയ ബിയോടെന്ന് പറഞ്ഞു. ഫിർഔൻ അവിടുന്ന് അത്ഭുതപ്പെട്ടു പോയി, അന്തം വിട്ടുപോയി. അവിടുന്ന് പറയാ, നീയും അത് തന്നെയാണ് പറയുന്നത്? പടച്ചവനെ കാണാൻ എന്തൊരു സുന്ദരിയായിരുന്നറിയോ, കാണാൻ വല്ലാത്ത അഴകായിരുന്നല്ലോ. ആ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പടച്ചവനെ അവിടുന്ന് ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ആസിയ, നീയും മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുകയാണ്, എന്നിൽ നീ വിശ്വസിക്കുന്നില്ലയോ? പടച്ചവനെ തന്റെ ആളുകളോട് ദേഷ്യത്തോടു കൂടെ ഫിർഔന് പറയുകയാ, ആസിയെ പിടിച്ചുകെട്ട്, ആസിയാനെ പിടിച്ചുകെട്ട്. പടച്ചവനെ ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ അവിടുന്ന് കൊണ്ടുപോവുകയാണ്, കൈകാലുകൾ ബന്ധിക്കുകയാണ്. പടച്ചവനെ ചുട്ടുപഴുത്തിട്ടുള്ള മണൽത്തരിയിൽ പലർത്തി കിടത്തുകയാ. എന്നിട്ട് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നു, ആസിയ, നിനക്ക് മാറ്റമില്ലേ? നിനക്ക് മാറാൻ കഴിയുന്നില്ല ആസിയ? എന്നിൽ നീ വിശ്വസിക്കുന്നില്ല ആസിയ? എന്തേ നീ എന്നിൽ വിശ്വസിക്കാത്തത്? ഞാനല്ലേ റബ്ബ്, ഈ പ്രപഞ്ചം പടച്ചത് ഞാനല്ലേ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാകങ്ങൾ മുഴുവനും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഞാനല്ലേ, എന്റെ ശക്തി കൊണ്ടല്ലേ നടക്കുന്നത്, ഞാനല്ലേ നിനക്ക് ഭക്ഷണം തരുന്നത്, നിനക്കെല്ലാം നൽകുന്നത് ഞാനാ, പിന്നെ എന്തേ നീ എന്നിൽ വിശ്വസിക്കാത്തതെന്ന് ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുമ്പോ
ആസിയാ ബീവി പറയുന്നു, ഫിർഔനെ മണ്ടത്തരം വിളിച്ച് പറയല്ലടാ, പൊട്ടത്തരം വിളിച്ച് പറയല്ലടാ. റബ്ബാരെന്നറിയോ? മൂസ പഠിപ്പിക്കുന്ന റബ്ബ, ഹാറൂൻ പഠിപ്പിക്കുന്ന റബ്ബ. ആ പടച്ച തമ്പുരാനിനാ നമ്മൾ വിശ്വസിക്കേണ്ടത്, ആ പടച്ച റബ്ബിലാ വിശ്വസിക്കേണ്ടത്. വെറുതെ നീ ഓരോന്ന് പറയല്ല. ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹ ചുട്ടുപഴുത്ത മണലിൽ പടച്ചവനെ ദിവസങ്ങളോളം കിടത്തുകയാ, കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാ. പടച്ചവനെ എന്നിട്ട് അവിടെ നിന്ന് അടിക്കുകയാണ്, തൊഴിക്കുകയാണ്. എന്തിനേറെ പറയണം പ്രിയമുള്ളവരെ, മുൻതാരത്തിലൂടെ പടച്ചവനെ ചുട്ടുപഴുത്ത കമ്പി അങ്ങ് കുത്തി കയറ്റുകയാ. ആസിയാ ബീവി പടച്ചവനെ വേദന കൊണ്ട് പിടയുകയാണ്, സഹിക്കാൻ കഴിയാതെ പിടയുകയാണ്. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാ. ഫിർഔൻ അവിടുന്ന് ചോദിക്കുന്നു, ആസിയാ നിനക്ക് മാറ്റമുണ്ടോ? ഞാനല്ലേ റബ്ബ്, ഞാനല്ലേ റബ്ബ്. അവിടുന്ന് ചോദിക്കുമ്പോ ഫിർഔനിനോട് അവിടുന്ന് പറയുന്നു, ഫിർഔനെ നീയല്ലടാ റബ്ബ്, നീയല്ലടാ റബ്ബ്. അവിടുന്ന് തന്റെ ജീവിതത്തിൽ അല്ലാഹ് ഈമാനിക ആവേശം കൈവിടാതെ നിൽക്കുകയാണല്ലോ. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. പടച്ചവനെ അവിടുന്ന് ക്രൂരമായി പീഡിപ്പിക്കുകയാ. അല്ലാഹുവേ, മുൻദ്വാരത്തിലൂടെ ചുട്ടുപഴുത്ത കമ്പി അങ്ങ് തുളച്ച് കയറുമ്പോ മരണത്തിന്റെ വേദനയിലേക്ക് എത്തിയിരിക്കുകയാ. പട്ടിണിയിലാ കിടക്കുന്നത്, ഒരു തുള്ളി പോലും വെള്ളമില്ല എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ആസിയാ ബീവി കിടക്കുന്നത്. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവേ ഗുഹ്യ ഭാഗം കരിഞ്ഞു പോവുകയാ പ്രിയമുള്ളവരെ. വിശുദ്ധമായ ഖുർആൻ അതുകൊണ്ടാ പറഞ്ഞത്, വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സത്യവിശ്വാസിക്ക് ഉദാഹരണമായിട്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിന്റെ ഭാര്യയെ കാണിച്ചു തന്നത്, ഫിർഔനിന്റെ ഭാര്യ ആസിയാനെ കാണിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കതൊരു റോൾ മോഡലാ. എന്റെ ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കോ. എവിടെയെങ്കിലും കിടക്കുന്ന സിനിമാ സീരിയൽ താരങ്ങള് പടച്ചവനെ അവിടുന്ന് തന്റെ വാൾപേപ്പറാക്കി വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, പാതിരാ സമയത്തിന്റെ നിശബ്ദതയില് അല്ലാഹുവേ സിനിമയുടെയും സീരിയലിന്റെയും ലോകത്തേക്ക് കടന്നു പോകുന്ന വാപ്പ, പടച്ചവനെ പറഞ്ഞു നിശ്ചയിച്ചതുപോലെ പ്രൊട്ടക്ഷനോട് കൂടി ചെയ്യുന്ന ചില ആക്ടിങ്ങുകള് അല്ലാഹ് നെഞ്ചകത്തേക്ക് ചേർത്ത് വെച്ചിട്ട് അവരാ ഹീറോ എന്ന് പറഞ്ഞിട്ട് എഡിറ്റിങ്ങിലൂടെ ലോകത്തിന്റെ മുമ്പിൽ സംഭവങ്ങളായി വെച്ചിട്ട് അതിനിതാ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എത്ര ആളുകളാണെന്നറിയോ? നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ആരാ റോൾ മോഡൽ എന്നറിയോ? ചരിത്രം വായിക്കണം ഉമ്മ, ചരിത്രങ്ങൾ പഠിക്കണം വാപ്പാ. സിനിമയും സീരിയലും കണ്ടിട്ട് കരയുന്ന പെണ്ണേ, ആസിയാന്റെ ഈമാൻ കണ്ടിട്ടുണ്ടോ? മാഷിതാ ബീവിയുടെ ഈമാനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? അതാ നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. അല്ലാതെ ദുനിയാവിന്റെ സൗന്ദര്യങ്ങളല്ല, ദുനിയാവിന്റെ ആനന്ദങ്ങളല്ല. നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, എന്നോടും നിങ്ങളോടും അല്ലാഹു പറയുകയാണ്. ഫിർഔനിന്റെ ഭാര്യയായ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു തആല ഭൂമി ലോകത്ത് നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയെന്നറിയോ? നമുക്ക് റോൾ മോഡലായിട്ടാണ്. പടച്ചവനെ കുറിച്ച് ഓർക്കാനുള്ള ഉദാഹരണമായിട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഉമ്മ ആസിയ മരണത്തിലേക്ക് അടുക്കുകയാണ്. ആസിയാ ബീവി മരണത്തിലേക്ക് അടുക്കുകയാ. നമ്മൾ പറയുമല്ലോ അവസാന സമയമാ.
പടച്ചവനെ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ അതാ അവിടുന്ന് വേദന കൊണ്ട് പടച്ചവനെ മണൽ തരിയിൽ ഇങ്ങനെ കിടന്നിട്ട് പൊളയുകയാ. അസ്രാഈലിനെ തന്റെ കണ്ണുകൊണ്ട് കാണുകയാണല്ലോ. മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞതുപോലെ അതാ ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാ, മനസ്സിടറുകയാണ്. അവിടുന്ന് മൂസ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാണ്, എന്തേ മാഷിത എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ജിബ്രീല്, ഒന്ന് പോയി നോക്ക് ജിബ്രീല്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചുണ്ടിന്റെ ചാരത്ത് തന്റെ ചെവി കൊണ്ടുവന്ന് വെക്കുകയാ. അവിടുന്ന് ഫിർഔന് അക്രമങ്ങൾ സഹിക്കാൻ കഴിയാതെ പീഡനത്തിലൂടെ ലോകത്തോട് വിട പറയുന്ന ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. എനിക്കെന്റെ പടച്ച തമ്പുരാന്റെ അടുത്തൊരു വീട് വേണേ, എനിക്കെന്റെ പടച്ച റബ്ബിന്റെ തൊട്ടടുത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണേ. റബ്ബേ നീ അതെനിക്ക് തരണമല്ലാ, നീ എനിക്കത് തരണമല്ലാ. നിന്റെ ഈമാൻ ഞാൻ വിട്ടില്ലല്ലോ അല്ലാ. എനിക്കെത്ര വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്, എനിക്കെത്ര വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ദുനിയാവിന്റെ സൗന്ദര്യവും ആഡംബരങ്ങളും കൊട്ടാരങ്ങളും സമ്പത്തുമെല്ലാം എനിക്ക് തരാമെന്ന് പറഞ്ഞതാ, എനിക്ക് തരാമെന്ന് പറഞ്ഞതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തല്ലോ, ചോദിച്ചത് കൊടുത്തല്ലോ. എത്ര പ്രയാസങ്ങൾ വന്നിട്ടും അവിടുന്ന് പടച്ചു തമ്പുരാനെ കൈവിടാതിരുന്നപ്പോ അല്ലാഹു ചോദിച്ചത് കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, അതാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്. വനജ്ജിനീ മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനീ മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തികളിൽ നിന്നും എന്നെ രക്ഷിക്കുക അല്ലാഹ്. അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളതാ, അക്രമകാരികളായി ജനങ്ങളുണ്ടല്ലോ, ഈ ജനങ്ങളിൽ നിന്ന് പടച്ചവനെ നീ എന്നെ കാക്കണേ അല്ലാഹ്. അവിടുന്ന് ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, പടച്ചവനെ അല്ല കൊടുത്തല്ലോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. സ്വർഗത്തില് അള്ളാന്റെ തൊട്ടടുത്തൊരു ആസിയാ ബീവിക്കൊരു വീടുണ്ടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എത്രയോ ആളുകൾ ഈ ചരിത്രം കേൾക്കേണ്ടതുണ്ട്, ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മാഷിതാ ബീവിയെ കുറിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിക്കേണ്ടതുണ്ട്. കാര്യം എന്തെന്നറിയോ? പരിശുദ്ധമായ ദീനിന്റെ അല്ലാഹുവേ പണം കിട്ടുമ്പോ, അധികാരം കിട്ടുമ്പോ, പവർ കിട്ടുമ്പോ, സ്ഥാനമാനങ്ങൾ ഭൂമി ലോകത്ത് ലഭിക്കുമ്പോ അല്ലാഹനെ മറന്ന് കളിക്കുന്ന എത്രയെത്ര ആളുകളുണ്ടെന്നറിയോ? പിന്നെ പറയുന്നത് വേറെന്തൊക്കെയാണ്, ചെയ്യുന്നത് ചെയ്തു കൂട്ടുന്നതും പരിശുദ്ധ ദീനിന് എതിരാണ്. പല ആളുകളും ഇന്ന് പവർ കിട്ടുമ്പോ, അധികാരം കിട്ടുമ്പോ, സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോ അള്ളാന്റെ ദീനിനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പല ആളുകളുടെയും ജീവിതം എടുത്തു നോക്ക്, അപ്പൊ മനസ്സിലാകും അവർക്ക് അധികാരവും പവറും സമ്പത്തും കിട്ടിയപ്പോ എന്തൊക്കെയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മാഷിതാ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അള്ളാനെ കൈവിട്ടില്ല. അള്ളാനെ കൈവിട്ടോ? ഇല്ല. എന്ന പോലെ തന്നെയാണ് ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയാണ്, നിങ്ങൾ ആസിയാനെ കണ്ടു പഠിക്കണം. ആസിയാ ബീവി റളിയല്ലാഹു തആല അൻഹയെ കണ്ടു പഠിക്കണം. അത് ആസിയാ ബീവിയുടെ ജീവിതം ലോക സമൂഹത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും ഒരു ഉദാഹരണമായിട്ട് അല്ലാഹു തആല കാണിച്ചു. ആസിയാ ബീവി അവസാന സമയത്ത് ചോദിച്ചു, അല്ലാഹുവേ എനിക്ക് അവസാനമായിട്ട് വേണ്ടെന്തറിയോ? അവസാനമായിട്ട് വേണ്ടത് നിന്റെ തൊട്ടടുത്ത് എനിക്കൊരു വീട് വേണം. കാരണം നിന്റെ ദീനിന്റെ പേരിലാ ഞാൻ ഈ പീഡനം അനുഭവിക്കുന്നത്. നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ത്യാഗത്തിന് അല്ലാഹുവിന്റെ തൊട്ടടുത്തൊരു വീട് കൊടുത്തു എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാം.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി നമ്മൾ പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈമാൻ കടന്നു വരണം. ദുനിയാവിന്റെ ആഡംബരങ്ങളും ദുനിയാവിന്റെ സുഖവും സൗകര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അള്ളാഹിന്റെ പരിശുദ്ധമായ ദീനിനെ നമ്മൾ വലിച്ചെറിയാൻ പാടില്ല.